ഈസ്റ്റ് അവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്ത. UAE-യിൽ മൂല്യവർദ്ധിത നികുതി 2018 ജനുവരി 1 മുതൽ പ്രാബല്യത്തിലാകും. നികുതി 5%. മൂല്യവർദ്ധിത നികുതിയുടെ രൂപഘടന ജൂണിൽ പൂർത്തിയാക്കാൻ GCC തീരുമാനം. സൗദിയിൽ എണ്ണവിലയിൽ വീണ്ടും ഇടിവ്. ഉൽപാദനം കുറയ്ക്കില്ലെന്നും വിപണിയിൽ സുസ്ഥിരത കൈവരിക്കാനാണ് ശ്രമമെന്നും പെട്രോളിയം മന്ത്രാലയം. കുവൈത്തിൽ പെട്രോൾ വില വർധനയിൽ അടുത്ത മാസം തീരുമാനം. അസംസ്കൃത എണ്ണയുടെ ആവശ്യകതയും വിതരണവും തുല്യമാക്കണമെന്ന് ഇറാഖ്. അമേരിക്കൻ ചോക്ലേറ്റ് ബ്രാൻഡുകളായ മാഴ്സും സ്നിക്കേഴ്സും ഗൾഫ് വിപണിയിൽ നിന്ന് പിൻവലിച്ചു. നടപടി പ്ലാസ്റ്റിക്കിന്റെ അംശം കണ്ടെത്തിയതിനെ തുടർന്ന്. പ്ലാസ്റ്റിക് കണ്ടെത്തിയത് നെതർലാൻഡിൽ ഉൽപ്പാദിപ്പിച്ച ചോക്ലേറ്റിലെന്ന് കമ്പനി. ഹറം വികസനത്തിന്റെ പേരിൽ വെട്ടിക്കുറച്ച ഹജ്ജ് ക്വാട്ട ഇത്തവണ പുനഃസ്ഥാപിക്കില്ല. ഇന്ത്യൻ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനയ്ക്ക് സാധ്യതയില്ല. ഇന്ത്യയും സൗദിയുമായുള്ള ഹജ്ജ് കരാർ അടുത്ത മാസം 10-ന് ഒപ്പുവയ്ക്കും. ദമാം ഇന്ത്യൻ സ്കൂളിലെ പുതുക്കിയ സമയക്രമത്തിൽ അവ്യക്തത. അന്തിമ തീരുമാനം രക്ഷിതാക്കളിൽ നടത്തുന്ന അഭിപ്രായ സർവേക്ക് ശേഷം. തീരുമാനം മാറിയാൽ ഫീസ് വർദ്ധിപ്പിക്കുമെന്ന് സ്കൂൾ ഭരണസമിതി. വാർത്തയിലേക്ക് വിശദമായി. UAE-യിൽ മൂല്യവർദ്ധിത നികുതി 2018 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. 5% രാജ്യത്ത് മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തുകയെന്ന് അധികൃതർ അറിയിച്ചു. UAE-യിൽ മൂല്യവർദ്ധിത നികുതി നടപ്പാക്കാൻ ഇനി കഷ്ടിച്ച് 2 വർഷം മാത്രം. UAE സാമ്പത്തികകാര്യ സഹമന്ത്രി ഉബൈദ് ഹുമൈദ് അൽ തായറാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ദുബൈയിൽ IMF മേധാവി ക്രിസ്റ്റീനെ ലഗാർദയുമായി നടന്ന ചർച്ചയ്ക്കൊടുവിൽ മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. 2018 മുതൽ 5% മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്താൻ 6 ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ നേരത്തെ തന്നെ ധാരണ രൂപപ്പെട്ടിരുന്നു. ഇതാദ്യമായാണ് നികുതി ഘടനയിലേക്ക് GCC രാജ്യങ്ങൾ ചുവടുവെക്കുന്നതും. മൂല്യവർദ്ധിത നികുതിയുടെ രൂപഘടനയ്ക്ക് ഈ വർഷം ജൂണോടെ അന്തിമ രൂപം നൽകും. ഇക്കാര്യത്തിൽ വ്യക്തത രൂപപ്പെട്ടാൽ 2018 ജനുവരിയോടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും വാറ്റ് നടപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നികുതി സംവിധാനം നടപ്പാക്കുന്നതിന് സാവകാശം ലഭിക്കേണ്ടതുണ്ടെന്നും അതുകൊണ്ടാണ് 2018 ജനുവരി വരെയും സമയം അനുവദിച്ചതെന്നും മന്ത്രി വിശദീകരിച്ചു. സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും പ്രയാസം നേരിടാതിരിക്കാൻ 150ഓളം ഭക്ഷ്യോൽപ്പന്നങ്ങളെയും മറ്റും മൂല്യവർദ്ധിത നികുതിയിൽ നിന്ന് മാറ്റി നിർത്താനും UAE തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളും നികുതി ഘടനയ്ക്ക് പുറത്തായിരിക്കും. എണ്ണവില തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് സാമ്പത്തിക രംഗത്തെ വൈവിധ്യവൽക്കരണം മുൻനിർത്തി കുറഞ്ഞ തോതിലാണെങ്കിലും നികുതി ഘടന കൊണ്ടുവരാൻ GCC രാജ്യങ്ങൾ തീരുമാനിച്ചത്. MCA നാസർ, മീഡിയ 1, ദുബൈ. കുവൈത്തിൽ പെട്രോൾ വർധന സംബന്ധിച്ച് മാർച്ച് ആദ്യവാരത്തോടെ തീരുമാനമായേക്കും. വിഷയം ചർച്ച ചെയ്യാൻ ധനകാര്യ സമിതി വീണ്ടും യോഗം ചേർന്നു. പെട്രോൾ വിലയിൽ 42 മുതൽ 83% വരെ വർധന നടപ്പാക്കണമെന്നാണ് സർക്കാർ നിലപാട്. എണ്ണവില തകർച്ചയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ മുന്നോട്ട് വെച്ച സാമ്പത്തിക പരിഷ്കരണ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഇന്ധന സബ്സിഡി പരിമിതപ്പെടുത്തൽ. MP-മാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് 2 തവണയും പാർലമെന്റിൽ വിഷയം ചർച്ചക്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്ന് നിർദ്ദേശങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായി സ്പീക്കർ മർസൂഖ് അൽ ഖാനിമിന്റെ നിർദ്ദേശപ്രകാരമാണ് ധനകാര്യ സമിതി വീണ്ടും യോഗം ചേർന്നത്. ചൊവ്വാഴ്ച ചേർന്ന യോഗത്തിൽ ധനമന്ത്രി അനസ് അൽ സ്വാലിഹ്, സ്പീക്കർ മർസൂഖ് അൽ ഖാനും പൊതുമരാമത്ത് മന്ത്രി അലി അൽ ഒമൈർ എന്നിവരും പങ്കെടുത്തു. സബ്സിഡി നിയന്ത്രണം നടപ്പാക്കിയാൽ പെട്രോൾ വിലയിലുണ്ടാകാനിടയുള്ള വർധന യോഗം വിലയിരുത്തി. മാർച്ച് 1 ചേരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ സാമ്പത്തിക നിയന്ത്രണ നിർദ്ദേശം വോട്ടിനിട്ട് അംഗീകാരം നേടിയെടുക്കാനാണ് സർക്കാർ നീക്കം. ധനകാര്യ സമിതിയും മന്ത്രിസഭാംഗങ്ങളും ഞായറാഴ്ച വീണ്ടും യോഗം ചേർന്ന് പാർലമെന്റിൽ സമർപ്പിക്കേണ്ട ബില്ലിന് അന്തിമ രൂപം നൽകും. നിർദ്ദേശം പാർലമെന്റ് അംഗീകരിക്കുകയാണെങ്കിൽ മാർച്ച് ആദ്യവാരത്തോടെ പെട്രോളിന് 42 മുതൽ 83% വരെ വിലവർധനയുണ്ടാകും. പ്രീമിയം ഇനത്തിൽപ്പെട്ട പെട്രോളിന് ലിറ്ററിന് നിലവിലെ 60 ഫിൽസ് എന്നത് 85 ഫിൽസായും, സൂപ്പർ പെട്രോളിന് 65 ഫിൽസിന് പകരം 106 ഫിൽസായും, അൺലെഡഡ് പെട്രോളിന് 90 ഫിൽസ് എന്നത് 165 ഫിൽസായുമാണ് വില വർദ്ധിക്കുക. മീഡിയ 1, കുവൈറ്റ് സിറ്റി. എണ്ണ ഉൽപാദനം കുറയ്ക്കില്ലെന്ന സൗദി പെട്രോളിയം മന്ത്രി അലി അൽ നുഐമിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം എണ്ണവില വീണ്ടും കുറഞ്ഞു. ചൊവ്വാഴ്ച നടന്ന വ്യാപാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആഗോള വിപണിയിൽ എണ്ണവില 4%-ലധികം ഇടിഞ്ഞതായാണ് കണക്ക്. ജനുവരിയിലെ ഉൽപാദനത്തിന്റെ അളവിൽ ഉൽപാദനം ക്രമീകരിക്കാൻ സൗദി, റഷ്യ, വെനിസുല, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ തീരുമാനം ഇറാൻ പെട്രോളിയം മന്ത്രി പരിഹാസ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്നു.
ക്രൂഡ് ഓയിൽ വില 4.29% കുറഞ്ഞ് ബാരലിന് $33.09. US ക്രൂഡ് ഓയിലിന് 4.91% കുറഞ്ഞ് ബാരലിന് $31.75 വിപണനം അവസാനിച്ചത്. എണ്ണ വിപണിയിൽ സുസ്ഥിരത കൈവരിക്കാനാണ് സൗദി അറേബ്യ ശ്രമിച്ചു വരുന്നതെന്ന് സൗദി പെട്രോളിയം മന്ത്രി അലി അൽ നുഐമി പറഞ്ഞു. വിപണി അസ്ഥിരത ഇല്ലാതാക്കാൻ ലോകത്തെ എല്ലാ മുഖ്യ ഉൽപ്പാദകരുമായി ബന്ധപ്പെട്ടു വരികയാണെന്നും ഇതു സംബന്ധമായി യോജിച്ച നടപടികളെ രാജ്യം സ്വാഗതം ചെയ്യുന്നുവെന്നും അലി അൽ നുഐമി പറഞ്ഞു. ആഗോള എണ്ണ വിപണിയുടെ ആവശ്യം നിറവേറ്റാനുള്ള സൗദി ശ്രമം കേവലം വ്യാപാരാടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിപണിയുടെ മേൽക്കോയ്മ തങ്ങളുടെ ലക്ഷ്യമില്ലെന്നും അലി അൽ നുഐമി വ്യക്തമാക്കി. ആഗോള പെട്രോളിയം വിപണി നേരിടുന്ന വെല്ലുവിളികളും സൗദി അറേബ്യൻ ഇന്ധന പോളിസിയും എന്ന വിഷയത്തിൽ ടെക്സാസിലെ ഹൂസ്റ്റണിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളിലായി ഇന്ധന വിപണി നിരവധി വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. പെട്രോളിന് $2 മുതൽ തുടങ്ങി $147 കുതിച്ചുയർന്നു. അതിനിടെ ഏറെക്കാലങ്ങളിൽ ഏറ്റക്കുറച്ചുകളിലായി വില മാറിമറിഞ്ഞു. ലാഭവും നഷ്ടവും ഉണ്ടായി. ഏറ്റവും ഉയർന്ന ഉൽപ്പാദന കാലത്തിനും സാക്ഷിയായി. മറ്റിതര ഉൽപ്പന്നങ്ങളെപ്പോലെ തന്നെയാണ് പെട്രോളും. ഉയർച്ചയും താഴ്ചയും സാധാരണയാണെന്നും അദ്ദേഹം പറഞ്ഞു. ക്രൂഡ് ഓയിലിന് $100 വിലയെന്നത് ഉയർന്നതാണെങ്കിലും ഈ രംഗത്ത് സ്വീകാര്യമായ വിലയാണെന്നും അലി അൽ നുഐമി പറഞ്ഞു. ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണയ്ക്ക് വില കുറഞ്ഞത് കാരണം വരുമാന നഷ്ടമുണ്ടാക്കിയെങ്കിലും രാജ്യത്തെ വൻകിട പദ്ധതികൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1 റിയാദ്. ലോകതലത്തിൽ അസംസ്കൃത എണ്ണയുടെ ആവശ്യകതയും വിതരണവും സമതുലിതമാക്കുന്നതിന് ഒപെക്കിൽ അംഗങ്ങളായ രാജ്യങ്ങളും മറ്റ് ഉൽപാദക രാജ്യങ്ങളും നടപടി സ്വീകരിക്കണമെന്ന് ഇറാഖ് ആവശ്യപ്പെട്ടു. ഉൽപാദക രാജ്യങ്ങൾ ശരിയായ രീതിയിൽ ഇടപെട്ടില്ലെങ്കിൽ എണ്ണ വിലയിടിവിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയും വിപണി തിരിച്ചുവരവ് ദീർഘകാലത്തേക്ക് അസാധ്യമാവുകയും ചെയ്യുമെന്ന് ഇറാഖ് എണ്ണ മന്ത്രാലയത്തിന് കീഴിലെ സ്റ്റേറ്റ് ഓയിൽ മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ഡയറക്ടർ ജനറൽ ഡോക്ടർ ഫലാഹ് അൽ അംറി അബുദാബിയിൽ പറഞ്ഞു. ഇത്രയും മികച്ച സ്വത്തിന്റെ മൂല്യം കാത്തു സൂക്ഷിക്കുന്നതിന് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഇറാഖ് അസംസ്കൃത എണ്ണ വിപണി നിലനിർത്തുന്നതിന് ശ്രമിക്കുകയാണെന്നും ഡോക്ടർ ഫലാഹ് അൽ അംറി പറഞ്ഞു. അബുദാബിയിൽ നടന്ന ആർഗസ് മിഡിൽ ഈസ്റ്റ് ക്രൂഡ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൗദി അറേബ്യ, റഷ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് എണ്ണ ഉൽപ്പാദനം ജനുവരിയിലേതിന് തുല്യമായി നിയന്ത്രിക്കാൻ തീരുമാനിക്കുകയും ഗൾഫ് മേഖലയിലെ ഉൽപ്പാദക രാജ്യങ്ങൾ ഇതിന് അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. 2020 പ്രതിദിന എണ്ണ ഉൽപ്പാദനം 60 ലക്ഷം VP-യാക്കുകയാണ് ഇറാഖ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര എണ്ണ കമ്പനികളുമായി ചർച്ചകൾ നടത്തിവരികയാണ്. അതേസമയം വിപണിയിൽ എണ്ണ നിറയുന്നത് ആഗ്രഹിക്കുന്നില്ല. എണ്ണ ആവശ്യകത ഉറപ്പുവരുത്തിയും ഗൾഫ് മേഖലയിലെ പങ്കാളികളുമായി ചർച്ച ചെയ്തും മാത്രമേ ഉൽപ്പാദന കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുവെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1 ദുബായ്. ഹറം വികസനത്തിന്റെ പേരിൽ വെട്ടിക്കുറച്ച ഇന്ത്യയുടെ ഹജ്ജ് കോട്ട ഈ വർഷം പുനഃസ്ഥാപിക്കില്ലെന്ന് സൂചന. അതിനാൽ ഇന്ത്യൻ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇത്തവണയും വർധനയുണ്ടാകാൻ സാധ്യതയില്ല. ഇന്ത്യയും സൗദിയും തമ്മിൽ ഈ വർഷത്തെ ഹജ്ജ് കരാർ അടുത്ത മാസം 10-ന് ഒപ്പുവയ്ക്കും. ഹജ്ജ് കരാർ ഒപ്പിടാൻ വിദേശകാര്യ സഹമന്ത്രി ജനറൽ VK സിംഗ് മാർച്ച് 10-നാണ് ജിദ്ദയിലെത്തുക. സൗദി ഹജ്ജ് മന്ത്രി ഡോക്ടർ ബന്ദർ ഹിജാറിന്റെ സാന്നിധ്യത്തിൽ ഹജ്ജ് മന്ത്രാലയത്തിൽ നടക്കുന്ന ചടങ്ങിലാണ് കരാർ ഒപ്പുവെക്കുക. 3 വർഷമായി തുടരുന്ന തീർത്ഥാടക എണ്ണം ഇത്തവണയും തുടരാനാണ് സാധ്യത. ഹറം വികസന പ്രവർത്തനങ്ങൾ കാരണം 2013 മുതൽ ആഭ്യന്തര തീർത്ഥാടക എണ്ണത്തിൽ 50%, വിദേശ രാജ്യങ്ങളുടെ കോട്ടയിൽ 20% സൗദി വെട്ടിക്കുറച്ചിരുന്നു. ഇതുപ്രകാരം 1,36,020 തീർത്ഥാടകർക്കാണ് ഇന്ത്യയിൽ നിന്നും ഹജ്ജിന് അനുമതി ലഭിച്ചിരുന്നത്. മസ്ജിദുൽ ഹറാമിലെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നതിനാൽ ഇത്തവണ വെട്ടിക്കുറച്ച കോട്ട പുനഃസ്ഥാപിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണയും നിലവിലെ കോട്ട തന്നെ തുടരുമെന്നാണ് വിവരം. ഇതിനകം കരാർ ഒപ്പിട്ട മറ്റു രാജ്യങ്ങൾക്ക് നിലവിലെ കോട്ട തന്നെയാണ് സൗദി അധികൃതർ നൽകിയത്. ഓരോ രാജ്യത്തെയും ജനസംഖ്യയിലെ 1000 മുസ്ലിങ്ങൾക്ക് 1 എന്നതാണ് നിലവിൽ ഹജ്ജ് കോട്ട മാനദണ്ഡം. 1,36,020 പേർക്ക് തന്നെയാണ് ഇത്തവണയും അനുമതി ലഭിക്കുന്നതെങ്കിൽ 36,000 സീറ്റുകൾ സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് നീക്കിവെക്കും. മസ്ജിദുൽ ഹറാമിലെ വികസന പ്രവൃത്തികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിശാലമാക്കിയ മത്താഫ് ഈ ഹജ്ജിന് മുന്നേ സജ്ജമാകും. നിലവിലെ താൽക്കാലിക പ്രദക്ഷിണ വഴികൾ പൊളിച്ചു മാറ്റുന്നതോടെ ഒരേ സമയം 1 ലക്ഷം പേർക്ക് അനായാസം തവാഫ് ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. ദമാം ഇന്ത്യൻ സ്കൂളിലെ പുതുക്കിയ സമയക്രമത്തെക്കുറിച്ച് രക്ഷിതാക്കൾക്കിടയിൽ അഭിപ്രായ സർവേ നടത്താൻ ഭരണസമിതി തീരുമാനിച്ചു. സർവേയുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനമെടുക്കുകയെന്ന് പ്രിൻസിപ്പൽ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. തീരുമാനം പുനഃപരിശോധിക്കേണ്ടി വന്നാൽ ഫീസ് വർദ്ധിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി.
അടുത്ത വർഷം മുതൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 2 സമയത്തായി സ്കൂൾ പ്രവർത്തിപ്പിക്കാനുള്ള ഭരണസമിതി തീരുമാനത്തിനെതിരെ രക്ഷിതാക്കളും വിവിധ സംഘടനകളും രംഗത്ത് വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് രക്ഷിതാക്കളുടെ അഭിപ്രായം സ്വരൂപിക്കാൻ തീരുമാനിച്ചത്. സ്കൂൾ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് രക്ഷിതാക്കൾ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത്. ഒരു രക്ഷിതാവിന് ഒരു തവണ മാത്രമായിരിക്കും സർവേയിൽ പങ്കെടുക്കാൻ സാധിക്കുക. 2 ചോദ്യങ്ങളാണ് സർവേയിലുള്ളത്. ഫീസ് വർധനവില്ലാതെ ഇരട്ട സമയം അല്ലെങ്കിൽ 15 റിയാൽ ട്യൂഷൻ ഫീസ് വർധനവോടെ ഒറ്റ സമയം എന്നിവയാണ് ചോദ്യങ്ങൾ. വെള്ളിയാഴ്ച രാത്രി 11 വരെയാണ് അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം. രക്ഷിതാക്കളുടെ ഹിതപരിശോധനയുടെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച അന്തിമ തീരുമാനമെടുക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പുതിയ അധ്യയന വർഷം മുതൽ ആൺകുട്ടികൾക്ക് രാവിലെ 8:30 മുതൽ 2:30 വരെയും പെൺകുട്ടികൾക്ക് രാവിലെ 7 മുതൽ 1 മണി വരെയുമായിരിക്കും സ്കൂൾ പ്രവർത്തിക്കുകയെന്ന് കഴിഞ്ഞ വാരമാണ് അധികൃതർ അറിയിച്ചത്. എന്നാൽ തീരുമാനം രക്ഷിതാക്കൾ ഏറെ പ്രയാസമുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. മീഡിയ 1 ദമാം. പ്ലാസ്റ്റിക്കിന്റെ അംശം കണ്ടെത്തിയതിനെ തുടർന്ന് പ്രമുഖ അമേരിക്കൻ ചോക്ലേറ്റ് ബ്രാൻഡുകളായ മാഴ്സും സ്നിക്കേഴ്സും ഗൾഫ് വിപണിയിൽ നിന്ന് പിൻവലിച്ചു. ജർമ്മൻ വിപണിയിൽ ഇറങ്ങിയ ചോക്ലേറ്റുകളിൽ പ്ലാസ്റ്റിക് സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കമ്പനി തന്നെയാണ് പിൻവലിച്ചത്. പ്രവാസികൾ നാട്ടിലേക്ക് വൻതോതിൽ വാങ്ങിക്കൊണ്ടുപോകുന്ന ചോക്ലേറ്റുകളാണ് മാഴ്സും സ്നിക്കേഴ്സും. ഗൾഫിലേതടക്കം 55 രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നം പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നെതർലൻഡ്സിൽ ഉൽപ്പാദിപ്പിച്ച ചോക്ലേറ്റിലാണ് ചുവന്ന പ്ലാസ്റ്റിക് കഷ്ണം കണ്ടെത്തിയതെന്ന് കമ്പനി അറിയിച്ചു. പൊതുജനാരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ മുൻകരുതൽ നടപടിയെന്ന നിലയിലാണ് ഉൽപ്പന്നങ്ങൾ പിൻവലിക്കാൻ തീരുമാനിച്ചത്. അപകട സാധ്യതയുള്ള ബാച്ചുകളുടെ പട്ടിക കമ്പനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ വർഷവും അടുത്ത വർഷവും കാലാവധി അവസാനിക്കുന്ന ബാച്ചുകളാണിവ. ഈ ഉൽപ്പന്നങ്ങൾ കൈവശമുള്ളവർ കഴിക്കാൻ പാടില്ല. മറ്റു രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച ഇതേ ഉൽപ്പന്നങ്ങൾക്ക് പ്രശ്നങ്ങളില്ല. സംഭവത്തിൽ കമ്പനി ഖേദം പ്രകടിപ്പിച്ചു. മീഡിയ 1 ദുബായ്. വാർത്തകൾ തുടരുന്നു. ദുബായ് വിമാനത്താവളത്തിൽ നിർമ്മിച്ച പുതിയ പ്രവേശന ഹാൾ യാത്രക്കാർക്ക് തുറന്നുകൊടുത്തു. കോൺകോഴ്സ് ഡി എന്ന പാതയിലൂടെ ആദ്യമായി കടന്നുവന്ന ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. ആദ്യ വിമാനത്തിലെ യാത്രക്കാരെ സ്വീകരിക്കാൻ സംഗീത പരിപാടികളും ഒരുക്കിയിരുന്നു. കോൺകോഴ്സ് ഡിയിലേക്ക് പോകാൻ ഡ്രൈവർ ഇല്ലാത്ത ട്രെയിനും വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് എയർവേസ്, റോയൽ ജോർദാനിയൻ എയർലൈൻസ് എന്നിവയാണ് ആദ്യ ദിനം കോൺകോഴ്സ് ഡിയിൽ നിന്ന് സർവീസ് നടത്തിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സർവീസുകൾ ഇങ്ങോട്ട് മാറ്റും. പുതിയ പ്രവേശനപാത തുറന്നതോടെ ദുബായ് വിമാനത്താവളത്തിൽ യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി വർഷം 7.5 കോടിയിൽ നിന്ന് 9 കോടിയായി ഉയരും. 330 കോടി ദിർഹം ചെലവിലാണ് കോൺകോഴ്സ് ഡി നിർമ്മാണം പൂർത്തിയാക്കിയത്. 3 ടെർമിനലുള്ള ദുബായ് വിമാനത്താവളത്തിൽ 1ാം ടെർമിനലിന്റെ ഭാഗമായാണ് കോൺകോഴ്സ് ഡി നിർമ്മിച്ചത്. കോൺകോഴ്സ് സിയിൽ നിന്നുള്ള 70 വിമാന കമ്പനികളുടെ സർവീസുകൾ ഡിയിലേക്ക് മാറും. ക്രമേണ കോൺകോഴ്സ് സി കൂടി എമിറേറ്റ്സ് വിമാനങ്ങൾക്കായുള്ള 3ാം ടെർമിനൽ ഏറ്റെടുക്കും. ഇതിന്റെ അറ്റകുറ്റപ്പണിയും ഇതോടൊപ്പം നടക്കും. കോൺകോഴ്സ് ഡിയിലേക്ക് പോകാൻ ടെർമിനൽ 1ലെ ചെക്ക് ഇൻ സംവിധാനങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കോൺകോഴ്സ് ഡിയിലേക്ക് പോകാൻ ഡ്രൈവർ ഇല്ലാത്ത പ്രത്യേക ട്രെയിൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 ബോഗികളുള്ള ട്രെയിനാണിത്. ഒരേ സമയം 300 പേർക്ക് യാത്ര ചെയ്യാം. 65,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പ്രവേശനപാതയിൽ 8,000 യാത്രക്കാർക്ക് വിമാനം കാത്തിരിക്കാൻ സൗകര്യമുണ്ട്. 21 ഗേറ്റുകളിലൂടെ വിമാനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. മീഡിയ 1 ദുബായ്. കുവൈത്തിൽ ജഹ്റ റോഡിന്റെ ഗസാലി സിഗ്നൽ പോയിന്റ് മുതൽ കുവൈറ്റ് സിറ്റി വരെയുള്ള ഭാഗം ഇന്നും നാളെയും ഭാഗികമായി അടച്ചിടുമെന്ന് ജനറൽ ട്രാഫിക് വിഭാഗം അറിയിച്ചു. അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കേണ്ടതുള്ളതിനാൽ പുലർച്ചെ 2 മണി മുതൽ 4 മണി വരെയാണ് ഈ ഭാഗം അടച്ചിടുക. ഇതിനു പകരമായി കുവൈറ്റ് ഭാഗത്തേക്ക് പോകുന്നതിന് ജമാൽ അബ്ദുൽ നാസർ റോഡ് ഉപയോഗിക്കാമെന്നും ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കഴിഞ്ഞ 4 മാസങ്ങളിലായി രാജ്യത്ത് നടന്ന മയക്കുമരുന്ന് വേട്ടയിൽ 953 പേർ പിടിയിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആംഫിറ്റാമിൻ ഇനത്തിൽപ്പെട്ട മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രങ്ങളിൽ സിറിയ മുൻപന്തിയിലാണെന്നും സൗദിയിലേക്ക് കടത്തുന്ന മയക്കുമരുന്നിൽ നിന്നാണ് അസദ് ഭരണകൂടം സാമ്പത്തിക പിന്തുണ കണ്ടെത്തുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. എന്നാൽ മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിൽ സ്ത്രീകൾ ഉൾപ്പെട്ട വാർത്ത അദ്ദേഹം നിഷേധിച്ചു. 5 ദിവസം നീളുന്ന ചൈനീസ് ഫെസ്റ്റിവലിന് ഷാർജയിൽ തുടക്കമായി. ചൈനീസ് കലകളും ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തുന്ന മേള നിരവധി സഞ്ചാരികളെയാണ് ആകർഷിക്കുന്നത്. ഷാർജ മജാസിപ്പോൾ ഒരു ചൈനീസ് തെരുവിന്റെ വേഷപ്പകർച്ചയിലാണ്. സായാഹ്നങ്ങളിൽ മജാസ് വാട്ടർ ഫ്രണ്ടിന് ചുറ്റും ചൈനീസ് വിളക്കുകൾ തെളിയും. പരമ്പരാഗത ചൈനീസ് വേഷമായ ചീപ്പോ ധരിച്ച പെൺകുട്ടികൾ കരകൗശല വസ്തുക്കളുമായി തെരുവിൽ നിറയും.
Qi Pao was originally from Qing Dynasty, so now it's modernized. So as for today, we consider this Qi Pao as our national dress. കോർണിഷിനരികിലെ വേദിയിൽ കലാപ്രകടനങ്ങളും അഭ്യാസങ്ങളും. ചൈനയും UAE തമ്മിലെ ഇഴയെടുപ്പത്തിന്റെ പ്രതീകം കൂടിയാണ് ഈ മേള. We know how the UAE and China are working business-wise and even tourism-wise. We want here all the people to come and celebrate and enjoy this amazing festival. ആദ്യ ദിനം തന്നെ നൂറുകണക്കിന് പേരാണ് ചൈനീസ് മേള ആസ്വദിക്കാൻ ഷാർജയിലെ മജാസിലെത്തിയത്. ഇനിയുള്ള 5 ദിവസം ചൈനയുടെ തലസ്ഥാനം ഷാർജയാണ്. ക്യാമറ പേഴ്സൺ ഫഹീം വളാഞ്ചേരിക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ഷാർജ. റിയാദിലെ അലിഫ് ഇന്റർനാഷണൽ സ്കൂളിൽ ഗുഡ് ബൈ കിൻഡർ ഗാർഡൻ വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. UKG വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ ചടങ്ങും വിദ്യാർത്ഥികൾ ഒരുക്കിയ എക്സിബിഷനുമായിരുന്നു പ്രധാന പരിപാടികൾ. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി അനിൽ നോട്ടിയാൽ ഉദ്ഘാടനം ചെയ്തു. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ സർഗാത്മകത കൂടി ഊന്നൽ നൽകുവാൻ വിദ്യാഭ്യാസ പ്രവർത്തകർ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. UKG വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ അദ്ദേഹം വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ KC മുഹമ്മദ് ഷൈജിൽ അധ്യക്ഷത വഹിച്ചു. അലിഫ് ഗ്രൂപ്പ് പ്രസിഡന്റ് ഡോക്ടർ ഖാലിദ് അൽ അസീർ KG അധ്യാപകർക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു. അലിഫ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ TP അലിക്കുഞ്ഞ് മൗലവി, ഷിഹാബ് കൊട്ടുകാട്, ലുക്കുമാൻ പാഴൂർ, ഷക്കീബ് കുളക്കാടൻ, റഷീദ് കാസിമി എന്നിവർ സംസാരിച്ചു. ശാസ്ത്ര, സാമൂഹിക, മാനവിക വിഷയങ്ങളിലെ നേട്ടങ്ങൾ പ്രമേയമാക്കി വിദ്യാർത്ഥികൾ ഒരുക്കിയ അലിഫ് എക്സ്പോ അക്കാഡമിക് കോർഡിനേറ്റർ ഐമൻ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഹെഡ് മിസ്ട്രസ് ഡോക്ടർ ഡൈസമ്മ ജേക്കബ്, KG കോർഡിനേറ്റർ സോണിയ മുസ്തഫ, അസീസ് പെർല, അഷ്കർ ഉസ്മാൻ, ബേബി അസൂറ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മീഡിയ 1 റിയാദ്. കുവൈത്ത് പർവ്വതാരോഹകർ ഹിമാലയ ശൃംഖലയിൽ ദേശീയ പതാക നാട്ടി. ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് സമുദ്രനിരപ്പിൽ നിന്ന് 6654 കിലോമീറ്റർ ഉയരത്തിൽ കുവൈത്ത് അമീറിന്റെയും കിരീടാവകാശിയുടെയും ചിത്രം ആലേഖനം ചെയ്ത പതാക നാട്ടിയത്. മഹ്മൂദ് ഷബസാർദിന്റെ നേതൃത്വത്തിലുള്ള പർവ്വതാരോഹക സംഘമാണ് പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച് 2 ആഴ്ചക്കാലം കൊണ്ട് ദൗത്യം വിജയിപ്പിച്ചത്. 10ാമത് ആർട്ട് ദുബായ് മാർച്ച് മാസം 16 മുതൽ 19 വരെ തീയതികളിൽ നടക്കും. ലോകോത്തര കലാകാരന്മാരുടെ അപൂർവ സംഗമം കൂടിയായിരിക്കും ഇത്തവണ ആർട്ട് ദുബായ് എന്ന് സംഘാടകർ അറിയിച്ചു. അറബ് അന്താരാഷ്ട്ര രംഗത്തെ പ്രഗത്ഭരായ നൂറുകണക്കിന് കലാകാരന്മാർ ആർട്ട് ദുബൈയിൽ ഒത്തുചേരും. മദീനത്ത് ജുമേറയിൽ നടക്കുന്ന പ്രദർശനത്തിൽ ഒട്ടേറെ വനിതാ കലാകാരികളും അണിനിരക്കുമെന്ന് ദുബൈയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംഘാടകർ വ്യക്തമാക്കി. സുനോജ് ഡി, ലാലിസ സൻസോർ, കാൻഡിസെ ലിൻ, മനാലാൽ ദോയാൻ, തൗസർ മക്കാച്ചേവ തുടങ്ങിയ പ്രമുഖ കലാകാരന്മാരും ആർട്ട് ദുബൈയുടെ ഭാഗമാകും. ഇത്തവണ കല്യാണവുമായി ബന്ധപ്പെട്ട പ്രത്യേക വിഭാഗവും ആർട്ട് ദുബൈയുടെ പ്രത്യേകതയായിരിക്കും. ഭക്ഷണത്തിന്റെ രാഷ്ട്രീയം എന്ന പേരിൽ ജനപ്രിയ വിഭാഗവും ഒരുക്കും. കുട്ടികളുടെ ചിത്രങ്ങൾക്ക് ആർട്ട് ദുബൈയിൽ മതിയായ പ്രാതിനിധ്യം നൽകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. UAE നിന്നുള്ള നൂറുകണക്കിന് കലാകാരന്മാരും ആർട്ട് ദുബൈയിൽ തങ്ങളുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കും. കുട്ടികളുടെ പുസ്തക പ്രദർശനവും ആർട്ട് ദുബൈയുടെ മറ്റൊരു പ്രത്യേകതയായിരിക്കും. നവീന കലാരൂപങ്ങളുടെ വിസ്മയലോകം തന്നെയാകും ആർട്ട് ദുബൈ അനാവരണം ചെയ്യുക. ഇന്ത്യയിൽ നിന്ന് നിരവധി പ്രതിഭകളും ആർട്ട് ദുബൈക്ക് എത്തുന്നുണ്ട്. ഇന്ത്യൻ പെയിന്റിങ്ങുകൾക്കും മറ്റും ദുബൈ ഉൾപ്പെടെ ഗൾഫ് നഗരങ്ങളിൽ പ്രിയം കൂടുന്നതായും സംഘാടകർ ചൂണ്ടിക്കാട്ടി. മീഡിയ 1 ദുബൈ. മുഹമ്മദ് നബി മാനവരിൽ മഹോന്നതൻ എന്ന ശീർഷകത്തിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി UAE ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ നടത്തുന്ന പ്രഭാഷണ പരിപാടി വെള്ളിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വൈകിട്ട് 6:30 ദുബൈ അൽഖൂസിലെ അൽമനാർ ഇസ്ലാമിക് സെന്റർ ഗ്രൗണ്ടിലാണ് പരിപാടി. KNM ജനറൽ സെക്രട്ടറി PP ഉണ്ണിയൻകുട്ടി മൗലവി, സെക്രട്ടറിമാരായ അബ്ദുറഹ്മാൻ സലഫി, നാസർ സുല്ലമി എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും. ഇസ്ലാം ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആധുനിക കാലഘട്ടത്തിൽ പ്രവാചകന്റെ യഥാർത്ഥ ചര്യ പിന്തുടരുകയും പ്രചരിപ്പിക്കുകയുമാണ് മുസ്ലിങ്ങളുടെ ബാധ്യതയെന്ന് ഉണ്ണിയൻകുട്ടി മൗലവി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10 മാസത്തോളമായി കേരളത്തിൽ ക്യാമ്പയിൻ നടന്നുവരികയാണ്. ഈ മാസം 26 അൽഖൂസിൽ നടക്കുന്ന പരിപാടിയിൽ ജമിയത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് മുഹിയുദ്ദീൻ മദനി, ഗൾഫ് ഇസ്ലാഹി സെന്റർ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് M. അഷ്റഫ്,
UAE ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് AP അബ്ദുസമദ് എന്നിവരും പങ്കെടുക്കും. KNM സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ ഉണ്ണീൻകുട്ടി മൗലവി ഇതാദ്യമായാണ് UAEയിലെത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ട്രഷറർ VK സക്കരിയ, മുഹമ്മദ് അലി പാറക്കടവ്, PA അബ്ദുൽ നസീർ എന്നിവരും സംബന്ധിച്ചു. മീഡിയ 1 ദുബൈ. അസഹിഷ്ണുതയ്ക്കെതിരെ മാനവീയ മൂല്യം ഉയർത്തിപ്പിടിക്കാനുള്ള സന്ദേശവുമായി വിദ്യാർത്ഥികളുടെ കലാവിരുന്ന്. മലർവാടി ബാലസംഘം പ്രവർത്തകരാണ് ജിദ്ദയിൽ സ്നേഹം ഗമയ എന്ന പേരിൽ വ്യത്യസ്തമായ കലാസാന്ധ്യമൊരുക്കിയത്. അസഹിഷ്ണുത നിറഞ്ഞ വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ കുട്ടികൾക്കിടയിൽ മാനവിക ഐക്യം ഊട്ടിയുറപ്പിക്കാൻ ഉതകുന്നതായിരുന്നു സ്നേഹംഗമയിലെ ഓരോ പ്രകടനവും. മലർവാടി ജിദ്ദ നോർത്ത് സോണിന് കീഴിലെ 200ഓളം കുട്ടികളാണ് 5 മണിക്കൂർ നീണ്ട പരിപാടികൾ അവതരിപ്പിച്ചത്. കോൽക്കളി, ഒപ്പന, വിൽപ്പാട്ട്, സംഗീതശില്പം, സ്കിറ്റ്, മാജിക് ഷോ, ചുൽക്കൂത്ത്, നാടകം തുടങ്ങി വ്യത്യസ്ത ഇനങ്ങൾ വേദിയിലെത്തി. വഫ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മലർവാടി രക്ഷാധികാരി അബ്ദുഷക്കൂർ അലി ഉദ്ഘാടനം ചെയ്തു. ഉസ്മാൻ പാണ്ടിക്കാട്, നൌഷാദ് ആലുവ, സുഹറ ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. പിണറായി വിജയൻ മികച്ച ഭരണാധികാരിയാണെന്നും മുഖ്യമന്ത്രി ആരാവണമെന്ന് മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയായ CPM നിശ്ചയിക്കുമെന്നും CPI നേതാവ് K. ഇസ്മായിൽ ദോഹയിൽ പറഞ്ഞു. യുവകലാസാഹിതി 10ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ ദോഹയിലെത്തിയ അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയന് ആ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ സേവനം ഇനിയും ലഭിക്കണോ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തീരുമാനിക്കാമെന്നും CPI നേതാവ് K. ഇസ്മായിൽ പറഞ്ഞു. നല്ല ഒന്നാന്തരം ഒരു ഭരണകർത്താവാണ്. കേരളത്തിന്റെ ഇലക്ട്രിസിറ്റി പ്രതിസന്ധി പരിഹരിച്ച പീരീഡ് എന്ന് പറയുന്നത് ഈ പിണറായി വിജയൻ മന്ത്രിയായ ആ പീരീഡാണ്. കൂട്ടിലടച്ച പക്ഷിയെന്നാണ് CBIയെ നേരത്തെ കോടതി വിശേഷിപ്പിച്ചത്. ഇപ്പോഴത് അനുസരണയുള്ള പട്ടിയായി മാറിയിരിക്കുന്നുവെന്നും ഇസ്മായിൽ കുറ്റപ്പെടുത്തി. ജയരാജനെ അറസ്റ്റ് ചെയ്തേ അടങ്ങൂ എന്ന നിലപാട് ഇതിന്റെ ഭാഗമാണ്. CBIയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF വികസിപ്പിക്കാൻ ഇപ്പോൾ ആലോചനയില്ല. എന്നാൽ മുന്നണിയോട് ചേർന്നു നിൽക്കുന്നവർക്ക് അർഹമായ പരിഗണന നൽകും. INL ഘടകകക്ഷിയല്ലെങ്കിലും ഘടകകക്ഷിക്ക് നൽകുന്ന എല്ലാ പരിഗണനയും അവർക്ക് നൽകുന്നുണ്ട്. ഘടകകക്ഷിയാക്കുന്നതിൽ പാർട്ടിയുടെ വലിപ്പവും ഘടകമാണ്. PJ ജോസഫ് തിരിച്ചുവരാൻ സന്നദ്ധമായാൽ മുന്നണി ചർച്ച നടത്തുമെന്നും ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജനതാദൾ അടക്കമുള്ള കക്ഷികൾ മുന്നണിയിലേക്ക് തിരിച്ചു വരുന്നതിനെ CPI സ്വാഗതം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ ചില പ്രസ്താവനകൾ ന്യൂനപക്ഷ വിരുദ്ധമായി വ്യാഖ്യാനിക്കപ്പെട്ടത് പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രസ്താവന നടത്തിയ സാഹചര്യങ്ങൾ പരിശോധിച്ച് അതിൽ അപാകതയില്ലെന്നാണ് കണ്ടെത്തിയതെന്നും യുവകലാസാഹിതി പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം ദോഹയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മീഡിയ 1, ദോഹ. ബംഗാളിൽ കോൺഗ്രസുമായി ധാരണയ്ക്ക് ശ്രമിക്കുന്ന CPM എന്തുകൊണ്ട് ദേശീയ തലത്തിൽ ആ പാർട്ടിയുമായി കൈകോർക്കാൻ മടിക്കുന്നുവെന്ന് വ്യക്തമാക്കണമെന്ന് CMP നേതാവ് CP ജോൺ. കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും ദുബായിൽ മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ അദ്ദേഹം പറഞ്ഞു. തന്നെ അക്രമത്തിൻ്റെയും അതുപോലെ തന്നെ അസഹിഷ്ണുതയുടെയും വക്താക്കളായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ള അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിനെതിരായ മുഴുവൻ ആളുകളുടെയും ഐക്യം ബംഗാളിലുണ്ടാക്കാമെന്ന് പറഞ്ഞ ഐക്യമെങ്കിലും ഡൽഹിയിലും ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ടാക്കിക്കൂടെ എന്ന ലളിതമായ ചോദ്യമാണ് ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം അതിനൊരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി വളരെ ചെറിയ ഒരു ഭൂരിപക്ഷത്തിലാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് എങ്കിൽ പോലും കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു സുവർണകാലമായിരുന്നു. ഖത്തറിൽ വാഹനാപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശികളായ സഹോദരങ്ങളുടെ മൃതദേഹങ്ങൾ ഇന്നു രാത്രി 1:30 ഖത്തർ എയർവേസ് വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോകും. കോഴിക്കോട് അരക്കിണർ സ്വദേശിയും ഖത്തറിലെ ബർസാൽ റിയൽ എസ്റ്റേറ്റ് ഉടമയുമായ സക്കീർ മാളിയേക്കലിന്റെ മക്കളായ നജ്മൽ, റിസ്വാൻ, മുഹമ്മദ് ജുനൈദ്, റിബ്സ
എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 12 മണിയോടെ ദോഹയിലെ ഐൻ ഖാലിദിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ലാൻഡ് ക്രൂയിസർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മുജീബ് റഹ്മാനുണ്ട്. മുജീബ്, മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായോ? സുഹൈല, അല്പസമയം മുമ്പാണ് ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള രേഖകൾ ശരിപ്പെടുത്തുകയും ഹമദ് ആശുപത്രി മോർച്ചറിക്ക് സമീപം മയ്യത്ത് നമസ്കാരം നടക്കുകയും ചെയ്തു. 100 കണക്കിന് മലയാളികളും സ്വദേശികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മയ്യത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഇന്ന് രാത്രി 1:30 ഖത്തർ എയർവേസ് വിമാനത്തിൽ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 8 മണിക്ക് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. അതുപോലെ തന്നെ രാവിലെ 11:30 നടുവട്ടം ജുമാ മസ്ജിദ് ആയിരിക്കും ഇവിടെ ഖബറടക്കം നടക്കുക. മയ്യത്ത് നമസ്കാരവും ഖബറടക്കവും നടുവട്ടം ജുമാ മസ്ജിദിൽ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ മരണപ്പെട്ട 2 സഹോദരങ്ങൾ, ഈ 2 കുട്ടികൾ മാത്രമാണ് സക്കീർ ഫാസില ദമ്പതികൾക്കുള്ളത്. ഇവരിൽ ഒരാൾ നേരത്തെ മൂത്ത സഹോദരൻ ലണ്ടനിൽ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തി ഇപ്പോൾ പിതാവിനോടൊപ്പം ബിസിനസ്സിൽ സഹായിക്കുകയാണ്. ഇളയ സഹോദരൻ ഇപ്പോൾ പൂനെയിൽ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലായാണ് ഖത്തറിൽ എത്തിച്ചേർന്നത്. പിതാവിനെ സന്ദർശിക്കാൻ, കുടുംബത്തെ സന്ദർശിക്കാനായി എത്തിച്ചേർന്നതായിരുന്നു. വളരെ ദാരുണമായ ഈ അപകട വിവരം ഖത്തറിലെ ഇവരുടെ അയൽവാസികളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായ മലയാളി സമൂഹത്തിൽ വലിയ തരത്തിലുള്ള ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഖത്തറിൽ വാഹനാപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശികളായ സഹോദരങ്ങളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാത്രി 1:30 വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുവരും. മുജീബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ദുബായ് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ജില്ലയിലെ 13 നിർധന യുവതികൾക്ക് വിവാഹ സഹായം നൽകും. മംഗല്യനിധി പദ്ധതിയിൽ 5 പവൻ സ്വർണം നൽകുന്ന പരിപാടി വ്യാഴാഴ്ച അത്തോളി കൊങ്ങന്നൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹൈദരലി ശിഹാബ് തങ്ങൾ, മന്ത്രി MK മുനീർ, PKK ബാവ, KM ഷാജി MLA എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. ദമാം KMCC വേങ്ങര മണ്ഡലം സംഘടിപ്പിച്ച സ്നേഹജാലകം ഫെസ്റ്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിലെ നിർധനരായ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ഓട്ടോറിക്ഷ നൽകുന്ന പദ്ധതിയുടെ പ്രഖ്യാപനവും അബ്ബാസ് അലി തങ്ങൾ നിർവഹിച്ചു. പ്രഥമ ചാക്കിരി മൊയ്തീൻകുട്ടി സ്മാരക അവാർഡ് കവിയും നോവലിസ്റ്റുമായ സുകുമാർ കക്കാടിന് സാഹിത്യകാരൻ P. സുരേന്ദ്രൻ സമർപ്പിച്ചു. ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയിൽ അസഹിഷ്ണുതയുടെ വിത്തുപാകാൻ ഒരു ശക്തിക്കും സാധ്യമാവില്ലെന്ന് P. സുരേന്ദ്രൻ പറഞ്ഞു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ഖത്തർ KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിവരുന്ന മലപ്പുറം പെരുമ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മലപ്പുറം ജില്ലാ പിറവിയും പ്രയാണവും സെമിനാർ നാളെ രാത്രി 8-ന് KMCC ഓഡിറ്റോറിയത്തിൽ നടക്കും. എഴുത്തുകാരനും പ്രഭാഷകനുമായ TPM ബഷീർ വിഷയം അവതരിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഖത്തറിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ സംബന്ധിക്കും. അതീവ ഗുരുതരാവസ്ഥയിലുള്ള 3 വിദേശികളെ വിജയകരമായ ശസ്ത്രക്രിയയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചതായി കൊച്ചി ആസ്ഥാനമായുള്ള സൺറൈസ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ദുബായിലെ ഇന്റർനാഷണൽ മോഡേൺ ഹോസ്പിറ്റൽ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാലദ്വീപിൽ സ്കൂബി ഡൈവിംഗിനിടെ അപകടം പറ്റിയ തലയ്ക്കും മറ്റു അവയവങ്ങൾക്കും ഗുരുതരമായി പരിക്കേറ്റ 45-കാരനായ ഫ്രഞ്ച് പൗരൻ പാട്രിക് ബെൻഹാറസ് ആണ് ഇവരിൽ ഒരാൾ. ഇറാഖിൽ നിന്ന് വന്ന ഹിരാൾഡോ അൽവാപുരി, ബ്രിട്ടനിൽ നിന്നുള്ള ചന്തുലാല പോപ്പറ്റ എന്നിവരാണ് പൂർണ്ണമായും സുഖം പ്രാപിച്ച മറ്റുള്ളവരെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ഖത്തർ ദേശീയ വിമാന കമ്പനിയായ ഖത്തർ എയർവേസും ആഗസ്റ്റിൽ പ്രവർത്തനമാരംഭിക്കുന്ന മാൾ ഓഫ് ഖത്തറിൽ തുറക്കുന്ന വിനോദ വിജ്ഞാന പാർക്കായ കിഡ്സ് മോണ്ടോയും സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണയിലെത്തി. ഷെറാട്ടൺ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ കിഡ്സ് ഹോൾഡിംഗ് SAL ചെയർമാനും കിഡ്സ് മോണ്ട എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവുമായ അലി കസ്മ, കിഡ്സ് മോണ്ട ദോഹ ജനറൽ മാനേജർ നബീൽ ബറക്കാത്ത്, ഖത്തർ എയർവേസ് മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് സലാം അൽ ഷാവ, ഖത്തർ എയർവേസ് കൊമേഴ്ഷ്യൽ വിഭാഗം സീനിയർ വൈസ് പ്രസിഡന്റ് ഇഹാബ് അമീൻ എന്നിവർ സംബന്ധിച്ചു. അബുദാബി ബീച്ച് നവീകരണത്തിന്റെ ഭാഗമായി യാസ് ഐലൻഡിലെത്തുന്ന സന്ദർശകർക്ക് മുനിസിപ്പാലിറ്റിയുടെ സുരക്ഷാ നിർദ്ദേശം. യാസിലെ ഷെയ്ഖ് ഖലീഫ മോട്ടോർ വേയിലെത്തുന്ന സന്ദർശകരോട് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്ന് മുനിസിപ്പാലിറ്റി അഭ്യർത്ഥിച്ചു. യാസ് ബീച്ചിൽ സന്ദർശകർ മാലിന്യം ഉപേക്ഷിച്ചു പോകുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഉടമസ്ഥൻ ഉപേക്ഷിച്ചു പോയ 2 കാരവനടക്കം ബീച്ചിലുണ്ട്. ഇവ നീക്കാൻ മുനിസിപ്പാലിറ്റി ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകി.
കേരള സംഗീത നാടക അക്കാദമി കുവൈറ്റ് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന നാടക മത്സരം നാളെ ആരംഭിക്കും. സാൽമിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായി 5 നാടകങ്ങളാണ് വേദിയിലെത്തുക. നാടക ചലച്ചിത്ര നടൻ യവനിക ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. മത്സരം വെള്ളിയാഴ്ച സമാപിക്കും. യൂത്ത് ഇന്ത്യ ജിദ്ദ സൗത്ത് ചാപ്റ്ററും അക്ഷരം വായനാവേദിയും സംയുക്തമായി ONV അക്ബർ കക്കട്ടിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മലയാള ഭാഷയ്ക്ക് വേണ്ടി നിലകൊണ്ട മഹാകവി ONVയുടെ വിയോഗം നികത്താനാവാത്ത നഷ്ടമാണെന്നും സാധാരണക്കാരുടെ ജീവിതം നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിച്ചിരുന്ന കഥാകാരനായിരുന്നു അക്ബർ കക്കട്ടിലെന്നും സമ്മേളനം അനുസ്മരിച്ചു. ഗോപി നെടുങ്ങാടി, അബു ഇരിങ്ങട്ടിരി, മുഹമ്മദ് കുട്ടി എളമ്പിലാക്കോട് എന്നിവർ സംസാരിച്ചു. മിർസ ഷെരീഫ്, റബിഹ ഷമീം, ചന്തു മാസ്റ്റർ, അബ്ദുൽ ഗഫൂർ മഞ്ചേരി, അബ്ദുൾ റൌഫ് എന്നിവർ ONVയുടെ ചലച്ചിത്ര നാടക ഗാനങ്ങളും, അരുവി മോങ്ങം, അനീസ് KM എന്നിവർ ONV കവിതകളും ആലപിച്ചു. മുഹമ്മദ് റഫാത്ത് അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ കബീർ മൊഹ്സിൻ അവതാരകനായിരുന്നു. ഷമീം VK സ്വാഗതവും മൂസക്കുട്ടി വെട്ടിക്കാട്ടിൽ സമാപന പ്രസംഗവും നടത്തി. അന്തരിച്ച മഹാകവി ONV കുറുപ്പിനായി ഉമ്മുൽ ഹുവൈൻ ഇന്ത്യൻ അസോസിയേഷൻ സ്മരണാഞ്ജലി സംഘടിപ്പിച്ചു. സലീം അയ്യനേത്ത്, ഹണി ഭാസ്കർ, ഉണ്ണി കൊലുക്കല്ലൂർ, ശിവപ്രസാദ്, റഫീഖ് മേമുണ്ട, പ്രദീപ് കുമാർ, രാകേഷ് വെങ്ങിലാട്, സക്കീന ബഷീർ തുടങ്ങി UAEയിലെ എഴുത്തുകാരും കവികളും അദ്ദേഹത്തെ അനുസ്മരിച്ചു. അസോസിയേഷൻ മുൻ പ്രസിഡന്റ് CM ബഷീർ, നിക്സൺ ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ONVയുടെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനാഞ്ജലിയും അവതരിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റുമാരായ സജാദ് നാട്ടിക അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ജിമ്മി ജോസഫ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വഹാബ് പോയക്കര നന്ദിയും രേഖപ്പെടുത്തി. മസ്കത്തിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് കൊല്ലം സ്വദേശി മരിച്ചു. പരവൂർ നെടുങ്കോലം തെങ്ങും തൊടിയിൽ വീട്ടിൽ സുന്ദരേശൻ ആണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ഇസ്കിയിൽ നിർമ്മാണ തൊഴിലാളിയായ സുന്ദരേശൻ 8.5 വർഷമായി ഒമാനിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇതോടെ മിഡി സ്റ്റവർ പൂർണ്ണമാവുന്നു. ഗുഡ് ബൈ.